റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത് 2 ആഴ്ച മുന്നേ ഒരു പ്രായമുള്ള ഒരു 86 വയസ്സൊക്കെ ഉള്ളൊരു ഉമ്മ അവർ വന്നിരുന്നു. അവർ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മളെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത് ഒരു അലോപ്പതി ഡോക്ടറുടെ ക്ലിനിക്കാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസ് നമ്മളെ ബോർഡൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു താത്ത വന്നിട്ട് ചോദിച്ച് ഇങ്ങനെ ഒരു കേസുണ്ട്, ഒരു വർഷം മുമ്പേ സ്ട്രോക്ക് വന്ന് തളർന്നതാണ് ഒരു ഭാഗം. അപ്പോൾ ഞങ്ങൾ ലണ്ടനിൽ പോയിട്ടാണ് ചികിത്സ നടത്താറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അതിന് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം തളർന്നിട്ടുണ്ട്, കൈ പൊക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കൈ ഇത്രേ പൊങ്ങുള്ളൂ, പിന്നെ ഒന്നും പിടിക്കാൻ കഴിയില്ല, ഇത്ര പൊങ്ങുള്ളൂ, ഇതിന് മുകളിലേക്ക് പൊങ്ങുള്ളൂ. അപ്പോൾ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബാക്കി കാലിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്, പക്ഷേ കൈ മാത്രം ഇത്രയും ചികിത്സ ചെയ്തിട്ട് ശരിയായിട്ടില്ല, ഒരു വർഷമായി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായ ആളല്ലേ, നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു പേഷ്യൻ്റ് ആദ്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരുമോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ ഈ ഉമ്മാനെയും കൊണ്ട് വന്ന് നടക്കാനൊക്കെ കഴിയും, പക്ഷേ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത്രയും പ്രായ ആൾക്കാരെ നമുക്ക് കയറൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ധൈര്യമില്ല കേട്ടോ, ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് അത്രയും പ്രായമുള്ള ആളുകളൊന്നും കൈറോപ്രാക്ടൊന്നും ചെയ്യാനുള്ള ഇത് എനിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് സാറ് പറഞ്ഞൊരു ഓർമ്മ വന്നത്, കൈയിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, സർവിക്കൽ നോക്കിയാൽ മതി എന്നുള്ള ഇത് അപ്പം പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ സർവിക്കലൊക്കെ പിടിച്ച് നേരാക്കി, കൈയൊക്കെ ഒന്ന് പിടിച്ച് നേരാക്കി. മാഷാ അല്ലാഹ്, ഞാൻ പ്രതീക്ഷിക്കാത്ത നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കേട്ടോ. അത് അത്തരടിയും പറഞ്ഞ് നിങ്ങളൊന്ന് കൈ ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പതുക്കെ കൊണ്ടുവന്ന് ഇതുവരെ ഇങ്ങനെ കൊണ്ടുവന്ന് മുടിമ പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. പക്ഷെ അവർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടം വരെ കൈ കൊണ്ടുവന്ന്. പക്ഷെ ഞാനൊരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവരുടെ കൂടെയുള്ളവർ പറഞ്ഞു ഞങ്ങൾ എത്രയോ ദിവസമായിട്ട് ഈ കൈ ഇവിടുന്ന് ഒന്ന് പൊക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇവർ ഒറ്റ പ്രാവശ്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾ പല പ്രാവശ്യം ഒഴിഞ്ഞു കൊടുക്കണതാണ് ഞങ്ങൾക്ക്, അപ്പോൾ അത് ചെയ്യേണ്ടവർ ചെയ്താൽ ശരിയാവില്ലേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായിട്ടാണ് പോയത്. പിന്നെ ഒരു പ്രാവശ്യം കൂടി വന്ന് 2 പ്രാവശ്യം വന്നപ്പോഴത്തേന് കൈ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനി വരാൻ അടുത്ത ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്നാൽ മാഷാ അല്ലാഹ്, ഞാൻ പ്രതീക്ഷിക്കാത്ത നല്ലൊരു റിസൾട്ടായിരുന്നു അത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. എന്തായാലും നമുക്കുണ്ടായ ഇങ്ങനെ ഇതിലൊന്നും വന്ന് പെടാൻ പറ്റിയത്, ഞാൻ ഫസ്റ്റിന് കാരണമാണ് ഇതിൽ വന്നിട്ടുള്ളത്. താല്പര്യം ഇല്ലാതെയാണെങ്കിലും നമ്മളൊരു ക്ലിനിക്കൊക്കെ നടത്തുമ്പോൾ എന്തായാലും നമുക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. സാറിനോട് ചെയ്യുന്നുണ്ട്.